അങ്ങനെ മുടി കെട്ടി കുട്ടപ്പനായി കാണാനുള്ള ലുക്കുണ്ട് എന്തല്ലേ. പിന്നെ ഇവിടുത്തെ ക്ലൗഡി എഫക്റ്റും കാര്യങ്ങളും. പിന്നെ ഈ വെയിലിന് വലിയ ചൂടില്ല, ഒരു ലൈറ്റ് ഉണ്ട്, ചൂടില്ല, അത്ര വെയിലാണ്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നല്ല കിട്ടും. പിന്നെ ഐഫോൺ ആയതുകൊണ്ട് തന്നെ ക്ലൗഡ്സ് ഇങ്ങനെ ഭയങ്കര HDR കിട്ടും. പിന്നെന്താ, ഞാനിപ്പോൾ ഈ ഐഫോണ് 3 കൊല്ലം കഴിഞ്ഞു, ഏകദേശം 3.5 കൊല്ലം ആവുന്നു. കുറേ പേരിനോട് ചെയ്ത ഫോൺ ഏതാ ഫോൺ? എൻ്റെ കയ്യിലുള്ള 13 ആണ്, 256 വേരിയൻ്റാണ്. 3 കൊല്ലം കഴിഞ്ഞു ഫോൺ എടുത്തിട്ട്. ബാറ്ററി അതിൻ്റെ ഞാൻ ലാസ്റ്റ് ഒരു 6 മന്ത് മുന്നേ മാറിയിട്ടുണ്ടായിരുന്നു. മൈജി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു, കൂട്ടുകാരെ മാറ്റി തന്നാലും പണ്ടത്തെ അത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ എനിക്ക് മുതലായിരുന്നു. ഞാൻ അന്ന് എടുത്തത് 80,600 രൂപയ്ക്കാണ്, ഡിസ്കൗണ്ട് കഴിച്ചിട്ട് 256 ഇനി ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോ സീരീസിലേക്ക്, അതായത് 17 പ്രോ വേരിയൻ്റ് എടുക്കാനാണ് ഇനി എൻ്റെ ഒരു ഇത്. എന്തായാലും താഴത്തേക്കില്ല, പ്രോയിലേക്കുള്ളൂ ഇനി. അപ്പോൾ കുറേ പേരിനോട് ചോദിച്ചാൽ ഐഫോണൊക്കെ എന്തിനാണ് അത്രയും വില ഉള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അത്യാവശ്യം നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഭയങ്കര മുഖ്യം, പിന്നെ ഒരു എടുക്കാനുള്ള ഒരു കംഫർട്ട്. സാധാരണ ക്യാമറയുടെ ആവശ്യമൊന്നുമില്ല ഇത്. ഞാൻ പിന്നെ ആക്ഷൻ ക്യാമറ ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താ കൺഫേം ആയിട്ടില്ല. ആക്ഷൻ ക്യാമറ, ലാപ്ടോപ്പ്, ഫോണ്, ഈ 3 ഓപ്ഷനാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. കുറേ പേര് പറയുന്നുണ്ട് നീ ആക്ഷൻ എടുക്ക്, നിനക്ക് വ്ളോഗ് ചെയ്യാമല്ലോ. കുറേ പേരുണ്ട് ഐഫോൺ എടുക്ക്, കംഫർട്ടല്ലേ. ഒരുത്തം പറയുന്നുണ്ട് നീ ലാപ്ടോപ്പ് എടുക്കുക, എഡിറ്റിംഗ് എന്നൊക്കെ പഠിക്കാമല്ലോ. അപ്പോൾ അത് നോക്കട്ടെ. ഈ മന്ത് ലാസ്റ്റ് ബിഗ് ബില്യൺ ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും നല്ല പ്രൈസ് ഉണ്ട്. നിങ്ങൾ ടെക്കി എന്തെങ്കിലും ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ റെഫറൻസ് വെച്ചോളൂ. നല്ല നല്ല ഓഫേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ ഗൈസ്.